സുജേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, റഷ്യ യുക്രൈൻ യുദ്ധം ഇതിപ്പോ ഓരോ ദിവസം കഴിയുന്നതോറും ഇത് സങ്കീർണമായി വരികയാണ്. കഴിഞ്ഞ ദിവസം യുക്രൈനിൽ റഷ്യ സംഹാര താണ്ഡവമാടിയ വാർത്തകൾ നമ്മൾ തന്നെ പുറത്ത് കൊടുത്തതാണ്. അത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. റഷ്യയുടെ മിസൈലുകളാണ് യുക്രൈനിലേക്ക് പാഞ്ഞെത്തിയത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം യുക്രൈൻ ശക്തമായി റഷ്യക്ക് നേരെ നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ ഹിറ്റ്സ് മേജർ ഓയിൽ ടെർമിനൽ ഇൻ റഷ്യ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നുള്ളതാണ്. ഈ റഷ്യയുടെ ഓയിൽ ടെർമിനലുകൾ, തെർമൽ പവർ പ്ലാന്റുകൾ, ഇതൊക്കെയാണ് പ്രധാനമായും യുക്രൈൻ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ റഷ്യ യുക്രൈനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അവരുടെ ഹോട്ടലുകൾ, കെട്ടിടങ്ങൾ ഇവയൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പോരാത്തതിന് എനിക്ക് തോന്നുന്നു അടിച്ചു കളയാൻ പറ്റുന്നതിന്റെ മേജർ ആയിട്ടുള്ള പല ഭാഗങ്ങളും യുക്രൈനിൽ നിന്ന് റഷ്യ അടിച്ചു കളഞ്ഞു. പിന്നെ റഷ്യക്ക് അത് അടിച്ചു കളയാനും പറ്റില്ല, കാരണം റഷ്യ ഓരോ പ്രദേശങ്ങളായിട്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുക്രൈനിൽ തന്നെ പല പ്രദേശങ്ങളിലും റഷ്യയോട് ചേരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് നേരെ മിസൈൽ ചെയ്ത് കഴിഞ്ഞാലും റഷ്യക്ക് അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. പോരാത്തതിന് ആ ഓയിൽ ടെർമിനലുകളും ഇപ്പം ഒഡേസ തുറമുഖം അടക്കമുള്ള തുറമുഖങ്ങളും റഷ്യക്ക് അടിച്ചു കളയാൻ സാധിക്കില്ല, കാരണം അത് റഷ്യക്ക് ആവശ്യമാണ്. അത് പിടിച്ചെടുക്കുമ്പോൾ റഷ്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇനി റഷ്യക്ക് മുന്നിലുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ അടിക്കുക എന്നുള്ളതല്ല, യൂറോപ്പിനെ അടിക്കുക എന്നുള്ളതാണ്. യൂറോപ്പിനെ പല തെർമൽ പ്ലാന്റുകളും ഓയിൽ ടെർമിനലുകളും എല്ലാം അടിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം റഷ്യയിലെ മേജർ ഓയിൽ ടെർമിനൽ ഇൻ റഷ്യ സെക്കൻഡ് സിറ്റി ഓഫ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇൻ ദ നോർത്ത് വെസ്റ്റ് വാസ് സ്ട്രക്ക് ഓവർനൈറ്റ് ബൈ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഹാസ് സെഡ് എന്നുള്ള റിപ്പോർട്ട് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ജനറേറ്റ്സ് റവന്യൂ ഫോർ റഷ്യാസ് വാർ, യുക്രൈൻ ആൾസോ സെഡ് എ മേജർ റഷ്യൻ നേവൽ ബേസ് ഇൻ ദ റീജിയൻ വാസ് ഹിറ്റ്. അതായത് റഷ്യയുടെ പ്രധാനപ്പെട്ട റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഈ റിഫൈനറി എന്ന് പറയുന്നത്. പോരാത്തതിന് റഷ്യയുടെ ഒരു നേവൽ ബേസും ഞങ്ങൾ അടിച്ചിട്ടുണ്ട് എന്നാണ് സെലൻസ്കി പറയുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഗവർണർ അലക്സാണ്ടർ ബെഗ്ലോവ് said the city was under a massive drone attack, admitting the oil terminal was hit. He reported no casualties. Casualty ഒന്നും ഉണ്ടായില്ല. ഓയിൽ ടെർമിനൽ അത് തകർന്നു പോയി എന്ന് അദ്ദേഹം പറയുന്നു. യുക്രൈൻ has recently intensified its long range drone attacks on Russia's critical energy infrastructures, causing widespread fuel shortages. Kyiv says nearly 43% of Russia's oil refinery capacity has been disabled as a result. റഷ്യയുടെ 43% ഓയിൽ കപ്പാസിറ്റിയും ഞങ്ങൾ ഇപ്പോൾ തകർത്ത് കളഞ്ഞു എന്നാണ് യുക്രൈൻ പറയുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പുടിനും ട്രംപും തമ്മിലൊരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നു. അത് പുടിൻ ഇപ്പോൾ ട്രംപിനെ വിളിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും യുക്രൈനിലോട്ട് ഒരു ആക്രമണത്തിനുള്ള ഒരു പദ്ധതി അദ്ദേഹം ഇട്ട് കാണും എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർ തമ്മിലുള്ളൊരു സംഭാഷണം നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ യുക്രൈനെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇനി യൂറോപ്പിനെ അറ്റാക്ക് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. യൂറോപ്പിൽ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എങ്ങോട്ട് പോകും ഈ സാധനം? ഇപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ അടിയന്തരമായി തീർക്കേണ്ട ഒരു യുദ്ധമായിട്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ട്രംപ് ഇപ്പോൾ തന്നെ ഒരു വലിയ ട്രാപ്പിലാണ്. മറ്റേ ഇറാനുമായിട്ടുള്ള സംഘർഷം അതെങ്ങും എത്തിയില്ല. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപക്ഷവും വെല്ലുവിളിയും പോർവിളികളും കളിയാക്കലുമായിട്ടൊക്കെ നടക്കുക. അപ്പം ഈ ഒരാഴ്ച കഴിയുമ്പോൾ ഈ 9-ാം തീയതി ഖമേനിയുടെ കബറടക്കമാണ്. അത് കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ യൂറോപ്പും വലിയൊരു പ്രതിസന്ധിയിലാണ്, നാറ്റോ രാജ്യങ്ങൾ ഒരു പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ റഷ്യ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉക്രൈനെ കടുപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് ഉക്രൈൻ റഷ്യയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതൊരു വലിയ യുദ്ധമായിട്ട് പോയാൽ ധനുഷ് പറഞ്ഞത് കണക്ക് ഉക്രൈനിൽ മാത്രം ഒതുങ്ങില്ല. ഇതിന്റെ അടുത്ത മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായിരിക്കും, പ്രത്യേകിച്ച് ഈ നാറ്റോ രാജ്യങ്ങളിലേക്കായിരിക്കും. ഈ രാജ്യങ്ങളിലേക്ക് ഈ സാധനം പോകുന്നു എന്നുള്ളതല്ല, സമാധാനമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ തലയ്ക്ക് മുകളിലേക്ക് വലിയ കരിങ്കല്ല് വന്ന് വീഴുന്നതൊക്കെ ഒരു പ്രതീതിയായിരിക്കും. കാരണം ഇവരെല്ലാം പല രാജ്യങ്ങളെയൊക്കെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ എല്ലാവരും അതിസമ്പന്നമായ രാജ്യങ്ങളൊന്നുമല്ല. ഓരോരുത്തർക്കും അന്നന്ന് അഷ്ടിക്ക് വക കണ്ടെത്തി എങ്ങനെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിക്കുന്ന രാജ്യങ്ങളാണ് മിക്കതും. എല്ലാ രാജ്യങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയനിൽ തന്നെ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിലൊക്കെ ചെറു രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമായിരിക്കും. എണ്ണയുടെ ആയാലും ഗ്യാസിന്റെ ആയാലും. ഇപ്പൊ പോളണ്ടിലൊക്കെ ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസും ഓയിലും ഒക്കെ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുമൊക്കെ ആണെങ്കിൽ അവിടെ റിഫൈനറീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അത് ഒരു ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ട്രംപ്, കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 250-ാം വാർഷികം ആഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ആശംസകൾ അറിയിച്ചിരുന്നു. പുടിൻ ശ്രീമാൻ ട്രംപിനോട് 90 മിനിറ്റാണ് സംസാരിച്ചത്. ആ 90 മിനിറ്റിന് ആ സംഭാഷണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ യുദ്ധം തീർക്കാൻ ഇടപെടാമെന്നാണ്. കാരണം ട്രംപ് പലവട്ടം, എനിക്ക് തോന്നുന്നു 4 വട്ടമോ മറ്റോ ട്രംപ് ഇതിനു വേണ്ടി ട്രൈ ചെയ്തതാണ്. ഈ 4 വട്ടവും ട്രൈ ചെയ്ത ഒരു പരുവത്തിലേക്കൊക്കെ കൊണ്ടുവരും. സെലൻസ്കി ഉടക്കി പോകും. പക്ഷെ ഇതിനകത്ത് ശ്ലാഘനീയമായ ഒരു കാര്യമുണ്ട്. കാരണം ഒരു വൻ ശക്തിയായിട്ട് കൂടി
പുടിൻ ട്രംപ് വിളിക്കുന്ന എല്ലാ ചർച്ചകളിലും പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുടിന്റെ പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നിട്ടുമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അവസാനം ഈ സെലൻസ്കിയെ വിളിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ട ഒരു സാഹചര്യം കൂടി ട്രംപിന് വന്നു. അതിലേയും ലോകം മുഴുവൻ പരസ്യമായിട്ട് കണ്ടതാ. ഇവർ തമ്മിൽ വഴക്കെടുത്ത് ഇദ്ദേഹത്തിന്റെ ഷൂസിനെയും കോട്ടിനെയൊക്കെ കളിയാക്കുന്നതും ഒക്കെ ഒരു വലിയ വിഷയത്തിലേക്ക് വരികയുണ്ടായി. അവന് ഭ്രാന്താണെന്ന് പോലും ട്രംപ് പറഞ്ഞില്ലേ സെലൻസ്കിക്ക്. അവന് തലയ്ക്ക് അവന് ഇത് ഭ്രാന്താണ് എന്ന് വേറെ പറയുന്ന ഒരു സാഹചര്യം വന്നു. അതിന്റെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഫോർമുല കുറച്ചൊക്കെ റഷ്യക്ക് അനുകൂലമാണ്. കാരണം റഷ്യയെ സംബന്ധിച്ച് പറയുന്നത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബോർഡർ ഞങ്ങൾക്ക് സുരക്ഷിതമാക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് അവരുടെ ബോർഡറിലുള്ള പ്രദേശം ഞങ്ങൾ പിടിച്ചെടുത്ത പ്രദേശം വിട്ടുതരുമെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ സെലൻസ്കിയുടെ ചോദ്യം വരുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ യുദ്ധത്തിന്റെ കാരണമേ ഇതല്ല. ഇവർ നാറ്റോ സഖ്യത്തിൽ ചേരാൻ പോകുന്നതായിരുന്നല്ലോ യുദ്ധത്തിന്റെ കാരണം. അല്ലാതെ ഈ സ്ഥലം പിടിച്ചെടുക്കുന്നതുമായിട്ടുള്ള ബന്ധമേ ഇല്ല. സ്ഥലം നേരത്തെ തന്നെ പിടിച്ചെടുത്തത് മനുഷ്യർ. ഇവർ ഇന്നലെ തുടങ്ങിയ പണിയല്ല ഇതൊന്നും. 2009 മുതലേ തുടങ്ങിയിട്ടുള്ള പരിപാടിയാ. സൈഡ് മാന്തും ചുരണ്ടും പിഴക്കും അങ്ങനെ കിടക്കുന്ന സാധനമായി. സൈഡൊക്കെ കുറെ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. അതല്ല ഈ വിഷയം ഇപ്പൊ വന്നത്. ഇവർ നാറ്റോയിലേക്ക് പോകും. നാറ്റോയിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ പിന്നെ എന്താണ് പറയുന്നത്, റഷ്യയുടെ വാതിക്കൽ നാറ്റോ സഖ്യം വരും. പോളണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇനി ഇവരോട് വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ കൊല്ലാപ്പാവില്ല. ഇതാണ് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള വിഷയം. അല്ലാതെ തന്നെ ഇവർ തമ്മിലുള്ള കുടുംബകലഹത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയാണ്. ട്രംപിന്റെ ചില ഫോർമുലകളൊക്കെ വന്നു. ട്രംപ് എന്നിട്ട് ട്രംപ് പിന്നെ എല്ലായിടത്തും പൈസ കൊടുത്ത് ഒതുക്കുന്ന പണിയുണ്ടല്ലോ. അവിടെ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ നാശനഷ്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സെലൻസ് ക്യാമ്പിലും മില്ലിലൂടെ അടുക്കാതെ വന്നപ്പോഴാണ് പുള്ളി വയലന്റ് ആയത്. ട്രംപ് വയലന്റ് ആകുന്ന ഒരു സാഹചര്യം വന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പൊ ഇവിടെ ഈ സെലൻസ്കിയെയും ട്രംപിനെയും കൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളത് നാറ്റോ സഖ്യത്തിന്റെ തലവൻ എന്ന നിലയിൽ അമേരിക്കയുടെ ആവശ്യമായി മാറിയിരിക്കുക. കാരണം ഇത് യുദ്ധം മറ്റു ഇടങ്ങളിലേക്ക് പടരുകയും ഈ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഇറാനുമായിട്ട് ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം ഒരു ഭാഗത്ത് നാറ്റോ രാജ്യങ്ങളെ സഹായിക്കണം, മറുഭാഗത്ത് ഇറാനുമായിട്ട് മുട്ടണം. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഇസ്രയേൽ എന്തൊക്കെ പണി അതിന്റെ ഇടയ്ക്ക് ഒപ്പിച്ചു വെക്കും എന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഇനി അത് ഹാൻഡിൽ ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് ഈ തായ്വാനെ കയറി ചൈന അടിക്കാൻ പോയി കഴിഞ്ഞാൽ ആകപ്പാടെ കുളവാകും. തായ്വാനിനെ ചൈന അടിക്കാൻ പോയി കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയ, ചൈന, ജപ്പാനും ഇടപെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടതായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ വാറോടെ വന്ന സമ്പൂർണമായി. അപ്പൊ ഈ എന്ത് പറ്റുന്നുണ്ട്, ഈ സംഘർഷങ്ങൾ വ്യാപകമാകാതിരിക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു ആവശ്യമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ അതല്ലായിരുന്നു. നേരത്തെ ഇറാനുമായിട്ട് ക്ലാഷ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് അന്നേരം ഈ റഷ്യ ഉക്രൈൻ വാർ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഏതായാലും ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഈ നാറ്റോ രാജ്യങ്ങളും കുറച്ചൊക്കെ ട്രംപിന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കും ഇതിപ്പോ എങ്ങനെയും തീർത്താൽ മതി എന്നൊരു ഘട്ടത്തിലേക്ക് അവരും കടന്നിട്ടുണ്ട്. കാരണം ഇതിന്റെയൊക്കെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വരും. യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ കാര്യമല്ലല്ലോ ആർക്കായാലും. അത് ഒരു രാജ്യത്തിനും ഒരു ജനതയ്ക്കും അത് നല്ലൊരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഇത്തവണ ട്രംപിന്റെ ഒരു ഇതിനു മുമ്പിൽ നിൽക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതിനകത്ത് കുറെ വില്ലന്മാരുണ്ട്. ഫ്രാൻസ്, UK, ജർമ്മനി. ഒന്നാമത് അവർ വ്യക്തിപരമായിട്ട് തന്നെ ഈ ട്രംപുമായിട്ട് അത്ര സുഖത്തിലല്ല. രണ്ട്, ഈ സെലൻസ്കി എരിവ് കയറ്റി കളത്തിൽ നിർത്തുന്നത് മുഴുവൻ ഇവരാ. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം മെലോണിയായിട്ട് കയറി മുട്ടി അവരെ ബന്ധം വഷളാക്കി. ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ്. വ്യക്തിപരമായിട്ടുള്ള മുറിവുകളുണ്ട്, ഇതൊക്കെ കൂടിക്കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവം. ഒരുപക്ഷെ യുദ്ധം തീർന്നാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് തീരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്.